ചിത്രത്തിൽ എ ബി എന്ന വരയിലെ ഒരു ബിന്ദുവാണ് O. കോൺ എ ഒ പിയുടെ അളവിന്റെ 4 മടങ്ങാണ് കോൺ ബി ഒ പിയുടെ അളവ്. കോൺ ബി ഒ പിയുടെ അളവ് എത്ര? എല്ലാവർക്കും മുകുന്ദ്സ് മാത്സിലേക്ക് സ്വാഗതം. കേട്ടറ്റ് പരീക്ഷ 2023 മാർച്ച്, അതിലെ കാറ്റഗറി നമ്പർ 1 30 ഗണിത ചോദ്യങ്ങളാണ്. ആ 30 ഗണിത ചോദ്യങ്ങളിൽ ഗണിത പഠന രീതിയുമായി ബന്ധപ്പെട്ട 9 ചോദ്യങ്ങൾ ഒഴിവാക്കി ബാക്കി 21 ഗണിത ചോദ്യങ്ങളാണ്. അതായത് ചെയ്തു നോക്കേണ്ട ചോദ്യങ്ങൾ, ഗണിതത്തിലെ വിവിധ ക്രിയകൾ ഉപയോഗിച്ച് ചെയ്തു നോക്കേണ്ട പ്രവർത്തനങ്ങളാണ്. 21 പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. തുടങ്ങാം. ഞാൻ ഇത് വായിച്ചു. അതെന്താ? ചിത്രത്തിൽ എന്ന് പറയുന്നത് എന്താ? ഇതാണ് ചിത്രം. അതില് എ ബി എന്ന വര ഉണ്ടല്ലോ, ഇതാണ് എ ബി എന്ന വര. അതിലെ ഒരു ബിന്ദുവാണ് O. ഓക്കെ, ഇനി എന്താ വേണ്ടത്? കോൺ എ ഒ പിയുടെ AOP ഇങ്ങനെ ഒരു കോൺ ഇവിടെ ഉണ്ട്. അതിന്റെ 4 മടങ്ങാണ് BOP. എന്നിട്ട് ചോദിച്ചെന്താ? ഇതിന്റെ അളവ്, ഈ BOP യുടെ അളവാണ് കണ്ടുപിടിക്കുന്നത്. ഈ 2 കോണുകൾ, അതായത് കോൺ AOP യും BOP യും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ അത്? രേഖീയ ജോഡികളാണ്. എന്താ രേഖീയ ജോഡികൾ? ഒരു രേഖയാണ്, ആ രേഖയെ മറ്റൊരു വര കൊണ്ട് മുറിക്കുകയാണ്, അപ്പൊ 2 കോണ് കിട്ടി. അങ്ങനെ കിട്ടുന്ന കോണുകളാണ് രേഖീയ ജോഡികൾ. രേഖീയ ജോഡികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ അത്? 150 ഡിഗ്രിയാണ്. അതായത് ഈ കോണും ഈ കോണും കൂടെ കൂട്ടിയാൽ 150 ഡിഗ്രി രേഖീയ ജോഡി. ശരി, എന്താ? BOP ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ 4 മടങ്ങാണ്. ഇതിന്റെ 4 മടങ്ങാണെന്ന് പറഞ്ഞാൽ ഇത് 1 മറ്റത് 4, അതായത് ആകെ 5. 5ൽ 4 ഭാഗമാണ് ഇത്. 5ൽ 1 ഭാഗം എത്രയുടെ? 150. ആകെ 2 കൂടെ കൂട്ടിയാൽ 150 ഡിഗ്രി ആണല്ലോ. അപ്പം ഈ BOP കാണാൻ എന്താ വഴി? 150 ഗുണിക്കണം 4/5. 4/5 36 ഗുണിക്കണം 4 144 ഡിഗ്രിയാണ്. അതെവിടെ? ഓപ്ഷൻ എ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ശിശുദിനം വ്യാഴമാണെങ്കിൽ ആ വർഷത്തെ ക്രിസ്തുമസ് ഏത് ആഴ്ച ആയിരിക്കും? ശിശുദിനം എന്ന് പറയുന്നത് എന്താ? അത് നവംബർ 14. ക്രിസ്തുമസോ ഡിസംബർ 25. അപ്പൊ ഇവ തമ്മിൽ കുറച്ച് ദിവസമേ ഉള്ളൂ. ഈ ഡിസംബർ 25 ഏത് ദിവസമാണ്? നവംബർ 14 വ്യാഴാണ്. ഇങ്ങനെ ചോദ്യം കിട്ടിയാൽ എന്താ? ഈ 2 ദിവസവും കൂടെ കൂട്ടി ആകെ എത്ര ദിവസങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. നവംബർ 14 മുതൽക്കുള്ള ദിവസങ്ങളും ഡിസംബർ 25 വരെയുള്ള ദിവസങ്ങളാണ്. അപ്പൊ നവംബർ 14 ആവുമ്പോ 14 മുതലാണ്. നവംബർ 14 മുതലാവുമ്പോ നവംബറിൽ എത്ര ദിവസമുണ്ട്? 13 കുറക്കുക. ആകെ നവംബറിൽ 30 ദിവസമല്ലേ, അതിൽ 13 കുറച്ചാൽ ബാക്കി 17 പ്ലസ് ഡിസംബർ 25, അപ്പൊ എത്ര വരും? 42 ദിവസമാണ് വന്നിരിക്കുന്നത്. അപ്പൊ 42ാമത്തെ ദിവസം ഏത് ആഴ്ചയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്. ഇതിപ്പോ വ്യാഴാഴ്ചയാണ്, നവംബർ 14. നവംബർ 14 മുതൽക്ക് 42ാമത്തെ ദിവസം. അപ്പോ 42 ഒരാഴ്ച എന്ന് പറയുന്നത് 7 അല്ലേ? 6 കൊണ്ട്. അപ്പൊ ശിഷ്ടമില്ല. അപ്പൊ ഒരാഴ്ച എങ്ങനെയാ തുടങ്ങി അവസാനിക്കുന്നത്? വ്യാഴത്തിൽ നിന്ന് തുടങ്ങിയാൽ 7ാമത്തെ ദിവസം എന്താ? ബുധനാണ്. അതാണ് ഉത്തരം. സിമ്പിൾ. ഓപ്ഷൻ സി, ബുധൻ.
100 മീറ്റർ പെർ സെക്കൻഡ് സമം ഡാഷ് കിലോമീറ്റർ പെർ മണിക്കൂർ. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ മണിക്കൂർ ആക്കണം. അത് പല പരീക്ഷയ്ക്കും വരുന്ന ചോദ്യമാണ്. തീവണ്ടിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കേണ്ടി വരും, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ മണിക്കൂർ ആക്കേണ്ടി വരും. എന്താ വഴി? ഒരു കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ പെർ സെക്കൻഡാണ്? 5/18. ഇത് ഓർമ്മിച്ചാൽ മതി. ഇത് ഓർമ്മിക്കാന്ന് പറഞ്ഞാൽ കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 ഗുണിക്കുക. തിരിച്ച് 100 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ മണിക്കൂർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലൂ പോയിന്റ് ഈ ചോദ്യത്തില്. ഏത്? 5/18. മനസ്സിലായല്ലോ? ഇനി കിലോമീറ്റർ പെർ മണിക്കൂറിനെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുക. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ മണിക്കൂർ ആക്കാൻ 5/18 എന്നുള്ളത് തിരിച്ചിട്ട് 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം 100/5 20 ഗുണിക്കണം 18 360. ഇത് ഇത്ര 360 കിലോമീറ്റർ പെർ മണിക്കൂർ. ഇത്ര സിമ്പിൾ ആണ്. നമ്മളിങ്ങനെ ഒരുപാട് വിഷമിക്കണ്ട. ശരിക്കും ഇതിപ്പം 100 മീറ്റർ പെർ സെക്കൻഡ് മണിക്കൂറാക്കുമ്പോൾ അതിനെന്ത് ചെയ്യണം? 3600 കൊണ്ട് ഗുണിക്കാൻ വേണ്ടത്. അതായത് ഈ 100 മീറ്ററിനെ 100 ഗുണിക്കണം 3600 കൊണ്ട് ഗുണിക്കുക അല്ലേ? അപ്പൊ എന്ത് വരും? എന്നിട്ട് കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഈ 2 0 ഈ 2 0 കിട്ടും. 36 ഗുണിക്കണം 10 360. പക്ഷെ അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ മാത്രം ചെയ്താൽ മതി. അടുത്ത ചോദ്യം. 1 മൈനസ് ബ്രാക്കറ്റിലാണ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 എത്രയാണ്? 1ൽ നിന്ന് 1/2 1/4 1/8 കൂടെ കൂട്ടുക. എന്നിട്ട് 1ൽ നിന്ന് കുറക്കുക. അങ്ങനെ കുറച്ചാൽ എത്രയാണ്? ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇതെന്തോ ഭയങ്കര വിഷമമുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇത് വളരെ സിമ്പിളാണ്. ഇതിന്റെ ഉത്തരം ഇതിപ്പോ ഞാൻ മനക്കണക്കായിട്ടാണ് പറയുന്നത് 1/8. അപ്പൊ ഇത്രയും പ്രയാസമുണ്ടെന്ന് തോന്നുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിൽ പറയാൻ പറ്റുന്നതല്ലേ? അതിനൊരു വഴിയുണ്ട്. അത് ശ്രദ്ധിക്കുക. 1 മൈനസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കൂട്ടണം. ഇത് കൂട്ടാനുള്ള എളുപ്പ വഴി എന്താണെന്ന് അറിയോ? 1/2 1/4 1/8 1/16 1/32 ആ സീരീസിലാണ് പോകുന്നതെങ്കിൽ കൂട്ടാനുള്ള എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ. ഇവിടെ 8 അല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും അറിയോ? ഇത് 3 കൂടെ കൂട്ടിയാലാണേ. അതായത് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 കൂടെ കൂട്ടിയാൽ 7/8 കിട്ടും. ഇതിൽ നിന്ന് 1 കുറച്ചാൽ മതി. അപ്പൊ 7 കിട്ടൂലേ? 7/8. ഇനി 1/2 1/4 കൂട്ടുകയാണെങ്കിലോ 4ൽ നിന്ന് 1 കുറച്ച് എത്ര? 3/4 കിട്ടും. അതായത് പാറ്റേണിന്റെ പ്രത്യേകതയാണ്. നിങ്ങൾ കൂട്ടി നോക്കുക, ഞാൻ പറഞ്ഞത് ശരിയാണോ? 7/8. ഇനി അത് 1ൽ നിന്ന് കുറക്കണം. 1ൽ നിന്ന് കുറക്കണമെങ്കിൽ ഇതിനെ എന്താക്കണം? ഇതിനെയും ഒരു ഭിന്നസംഖ്യയാക്കി മാറ്റണം. അപ്പം ഛേദം എന്ത് വരണം? 8 വരണം. 1നെ 8 ഛേദമുള്ള സംഖ്യയാക്കി മാറ്റുമ്പോൾ അതെന്ത് വരും? 8/8 മൈനസ് 7/8. രണ്ടും ഒരേ ഛേദാണ്. അതുകൊണ്ട് 8ൽ നിന്ന് 7 കുറക്കുക. എന്ത് വരും? 1/8. ഇതാണ് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞത്. മനസ്സിൽ ഇത് എനിക്കറിയാം. ഇതിന്റെ ഉത്തരം 7/8 ആണ്. ഉടനെ ഞാൻ 1നെ 8/8 ആക്കി. 8/8 നിന്ന് 7/8 കുറച്ചു. അങ്ങനെ കിട്ടുന്നതാണ് 1/8. മനസ്സിൽ തന്നെ. അടുത്ത ചോദ്യം. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ തുക 81 ആണ്. എങ്കിൽ അവയുടെ വർഗങ്ങളുടെ വ്യത്യാസം എത്രയാണ്? ചോദ്യം വായിക്കുമ്പോൾ വർഗങ്ങളുടെ വ്യത്യാസം എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തോ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രയാസമുള്ള ചോദ്യമാണ്.
സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലെ. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ തുക 81 ആണെന്ന് പറയുമ്പോൾ അതേതാ സംഖ്യകള്? അങ്ങനെ 81 കിട്ടുന്ന തുടർച്ചയായ സംഖ്യ. അതില് 81ൽ നിന്ന് 1 കുറക്കുക, 80 അല്ലേ? 80ന്റെ പകുതി എത്രയാണ്? 40 അല്ലേ? അപ്പം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 5ാമത്തെ ചോദ്യമാണ്. 40ഉം 41. ഇതാണ് സംഖ്യകൾ. തുടർച്ചയായ 2 എണ്ണ സംഖ്യ 40ഉം 41. ഇനി അവയുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ വലുത്. 41 സ്ക്വയർ മൈനസ് 40 സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത്. ഇത് കാണാൻ എന്താ വഴി? 41 സ്ക്വയർ 41 ഗുണിക്കണം 41 മൈനസ് 40 ഗുണിക്കണം 40 അല്ലെ? അങ്ങനെയല്ല സാധനം ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പ വഴി എന്താ വെച്ചാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഓക്കെ, അത് തന്നെ ഇവിടെ 41 പ്ലസ് 40 എ പ്ലസ് ബി. 41 പ്ലസ് 40 എത്രയാ? 81 ഇൻറ്റു എ മൈനസ് ബി. 41 മൈനസ് 40 1. 81 ഗുണിക്കണം 1 എത്രയാ? 81. ഇതും മനസ്സ് ചെയ്യാം. ഇതേപോലെ ഞാൻ ആലോചിച്ചില്ലേ അതുപോലെ. ഓക്കെ, അടുത്തത് ഒരു റാങ്ക് പട്ടികയിൽ അനു മുകളിൽ നിന്ന് 10ാമതും ചുവട്ടിൽ നിന്നും 18ാമതുമാണ്. ഈ റാങ്ക് പട്ടികയിൽ ആകെ എത്ര പേരുണ്ട്? ചെറിയ 1ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ നമ്മൾ തെറ്റിക്കും. എങ്ങനെയാണെന്ന് വെച്ചാല് അനു മുകളിൽ നിന്ന് 10ാമതും ചുവട്ടിൽ നിന്ന് 18ാമതും എന്ന് പറഞ്ഞ് കൂട്ടും. 28 എഴുതി വെക്കും ഉത്തരം അല്ലേ? പക്ഷേ 28 എന്ന ഉത്തരം ഇതിനകത്തില്ല. അതൊരു ഭാഗ്യം. എന്ത് വേണം? ഇതിൽ നിന്ന് 1 കുറക്കണം. 2 കൂടെ കൂട്ടുക, എന്നിട്ട് 1 കുറക്കുക. അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ചിത്രത്തിൽ എ ബി സി ഡി എന്നിവ 2 സമാന്തര വരകളാണ്. കോൺ ഒ പി ഡി 50 ഡിഗ്രി, കോൺ ഒ ക്യു ബി 60 ഡിഗ്രി ആണ്. കോൺ പി ഒ ക്യു എത്ര? എ ബി സി ഡി 2 സമാന്തര വരകൾ. അതിലെ ഒ പി ഡി 50 ഡിഗ്രി ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒ ക്യു ബി 60 ഡിഗ്രി. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് പി ഒ ക്യു, ഈ കോണ് കണ്ടുപിടിക്കണം. അത് എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ മെത്തേഡാണ്. അതെങ്ങനെയാണ് കാണിച്ചത്. എ ബി സി ഡി, ഇതില് ഇങ്ങനെ കോണം, ഇതില് 50, ഇതില് 60. ഇതാണ് കണ്ടുപിടിക്കുന്നത്. ഇത് 2 സമാന്തരങ്ങളാണ്. മെല്ലെ ഇതിങ്ങോട്ടേക്ക് നീട്ടുക. നീട്ടുമ്പോ എന്തായി? ഒരു ത്രികോണ രൂപം കിട്ടും അല്ലെ? ഇത് 60 ഡിഗ്രി ആവുമ്പോ ഇതും 60 ഡിഗ്രിയാണ്. ഇത് രണ്ടും ഈ ത്രികോണത്തിന്റെ കോണുകളാണല്ലോ. അപ്പൊ 50ഉം 60ഉം കൂടെ കൂട്ടിയാൽ 110. അപ്പൊ ഇത് എത്ര വരും? 70. ഇത് 70 ആവുമ്പോൾ ഇത് എത്ര വരും? 110 ഡിഗ്രി. അതാ ചോദിച്ചിരിക്കുന്നത്, 110 ഡിഗ്രി. ഇനി ഇതൊന്നും ആലോചിക്കണ്ട. ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ കോണിന്റെ അളവ് കാണാൻ, ഇത് 2 സമാന്തര രേഖകളാണെങ്കിൽ ഈ കോണിന്റെ അളവ് കാണാൻ 50ഉം 60ഉം കൂട്ടിയാൽ മതി. വേറെ ചിന്തയിലേക്കൊന്നും പോണ്ട. അത് തന്നെയാണ് ഇതിന്റെ ഉത്തരം, 110 ഡിഗ്രി. അടുത്ത ചോദ്യം. ഒരാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ കിഴക്കോട്ട് 12 മീറ്ററും അവിടെ നിന്ന് വടക്കോട്ട് 9 മീറ്ററും നടന്നു. യാത്ര തുടങ്ങിയ ഇടത്തിൽ നിന്നും ഇപ്പോൾ അയാൾ എന്ത് അകലത്തിലാണ്?
ഇതിന്റെ ഉത്തരം കിട്ടാൻ ഏറ്റവും എളുപ്പം എന്താ വെച്ചാല് ഇതിന്റെ ഒരു ചിത്രം വരച്ചു നോക്കുക. ഒരാൾ നിൽക്കുന്ന സ്ഥലം, ഒരാൾ ഇവിടെ നിൽക്കുന്നു. നേരെ കിഴക്കോട്ട് ഇതാണ് കിഴക്കോട്ട്. ഇവിടുന്ന് തുടങ്ങി എത്രയാ? 12 മീറ്റർ. അവിടെ നിന്ന് വടക്കോട്ട് എത്രയാ? 9 മീറ്റർ. ഇതാണ് വടക്കോട്ട്, ഇവിടേക്ക് 9 മീറ്റർ. എന്താ യാത്ര തുടങ്ങിയത് ഇവിടെ, അവസാനിച്ചത് ഇവിടെ. അപ്പൊ ഇവിടത്തേക്കുള്ള ദൂരം എത്ര? ഇത് മനസ്സിലായല്ലോ. ഇതൊരു മട്ടത്രികോണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പൈത്തഗോറസ് തിയറാണ്. ഇതിന്റെ കർണാണ്. ഇതൊരു വശം, ഇതൊരു വശം. പാദം, ലംബം, ഇത് കർണം. ഈ കർണത്തിന്റെ ദൂരം എത്രയാണെന്ന് പച്ച മലയാളത്തിൽ ചോദിച്ചത് ഇങ്ങനെയാണ്. അത് കാണാൻ എന്താ വഴി? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, പൈത്തഗോറസ് സിദ്ധാന്തം. അതായത് പാദം സ്ക്വയർ 12 സ്ക്വയർ 144 പ്ലസ് 9 സ്ക്വയർ 81. രണ്ടും കൂടെ കൂട്ടിയ 225. അതിന്റെ റൂട്ട് 15. ഓപ്ഷൻ ബി 15 മീറ്റർ ആണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന പാറ്റേൺ പരിഗണിക്കൂ. 1 സ്ക്വയർ പ്ലസ് 4 ഗുണിക്കണം 2 സമം 3 സ്ക്വയർ. 2 സ്ക്വയർ പ്ലസ് 4 ഗുണിക്കണം 3 സമം 4 സ്ക്വയർ. 3 സ്ക്വയർ പ്ലസ് 4 ഗുണിക്കണം 4 5 സ്ക്വയർ ആണ്. ഇതുപോലെ 10 സ്ക്വയർ പ്ലസ് 4 ഗുണിക്കണം 11 സമം എത്ര? ഒരു പാറ്റേൺ കിട്ടിയാൽ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ അടുത്ത പദമോ അടുത്ത സംഖ്യ ഒക്കെയാണല്ലോ കണ്ടുപിടിക്കേണ്ടി വരിക. നമ്മളൊന്ന് ശ്രദ്ധയോടെ നോക്കിയാൽ പെട്ടെന്ന് തന്നെ അതിന്റെ ഉത്തരം കിട്ടും. വലിയ കാൽക്കുലേഷൻ ഒന്നും വേണ്ടി വരില്ല. ഇതിന്റെ കാര്യത്തിലല്ല, കാഴ്ചക്ക് എന്തോ ഒരു പ്രയാസമുള്ള ചോദ്യമാണ്, പക്ഷെ അത് സിമ്പിളാണ്. ഇത് ഈ ചോദ്യത്തിൽ നോക്കും അതെങ്ങനെയാണ് നോക്കാം. ഇവിടെ ഇപ്പം 1 സ്ക്വയർ പ്ലസ് 4 ഗുണിക്കണം 2 സമം 3 സ്ക്വയർ അല്ലേ? ഇവിടെ 1 സ്ക്വയർ, ഇത് 2 സ്ക്വയർ ആയി, അടുത്തല്ലേ 3 സ്ക്വയർ ആയി അല്ലേ? അതില് എല്ലാം 4 തന്നെ, 4 ഗുണിക്കണം 4 ഗുണിക്കണം അങ്ങനെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. പിന്നെന്താ 2 3 4 ഇവിടെയാണ് മാറ്റം വന്നിരിക്കുന്നത്. 2 3 4 ഇവിടെയും മാറ്റം വന്നു, ഇവിടെയും മാറ്റം വന്നു. ഇവിടെ 2 വരുമ്പോ ഇത് 3 സ്ക്വയർ, ഇത് 3 വരുമ്പോ 4 സ്ക്വയർ, 4 വരുമ്പോ 5 സ്ക്വയർ. അപ്പൊ ഇവിടെ 11 വരുമ്പോ 12 സ്ക്വയർ. കണ്ടില്ലേ? ഒരു കണക്കും നമ്മൾ കൂട്ടിയിട്ടില്ല. അതിന്റെ ഘടന മാത്രം, ആ പാറ്റേണിന്റെ ഘടന മാത്രം നോക്കിയിട്ടാണ് എന്ത് കിട്ടുന്നത്? 12 സ്ക്വയർ എന്ന ഉത്തരം കിട്ടിയത്. ഞാൻ എവിടെയും ഗുണിച്ചിട്ടില്ല, കൂട്ടിയിട്ടില്ല. 7 3 0 5 എന്നീ 4 അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന 5ന്റെ ഗുണിതമായ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. നഴ്സറി കുട്ടികൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇതിന്റെ ഓപ്ഷൻ അങ്ങനെയാണ്. 7 3 0 5 ഈ 4 അക്കങ്ങളുമുള്ള സംഖ്യ ആയിരിക്കണം. ഇതിലെല്ലാം നോക്ക്, 7 3 0 5 ഇതിലുണ്ട്, 7 3 0 5 ഇതിലുണ്ട്, 7 3 0 5 ഇതിലുണ്ട്, 7 3 0 5 ഇതിലുണ്ട്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് മാത്രമേ നോക്കേണ്ടുള്ളൂ. 5ന്റെ ഗുണിതമാണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 5 ആയിരിക്കും. അത് ഓർമ്മിച്ചാൽ മതി. ഇതെന്തായാലും ഇല്ല, ഇത് ഒറ്റയുടെ സ്ഥാനത്ത് 7 ആവുന്നത്, അത് നമ്മളെ ഔട്ട്. പിന്നെ വരുന്നത് എന്താ? 3570, 3075, 7530. ഇതില് 7530 എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയല്ലോ. 3000 കരുതിയതാണ്. ഇതിലിപ്പോ ഏതാ ചെറുത്? 3570 ആണോ 3075 ആണോ? എന്തൊരു ചോദ്യം അല്ലേ? 3075. ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരം. അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. ത്രികോണം ABC ഒരു സമപാർശ്വ ത്രികോണം ആണ്. കോൺ ABC 120 ഡിഗ്രി ആയാൽ കോൺ എയുടെ അളവ് കണ്ടുപിടിക്കാം. എയുടെ അളവ് കണ്ടുപിടിക്കാം. ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. ഇവിടെ 120 ഡിഗ്രി തന്നിട്ടുണ്ട്. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ? 2 കോണും തുല്യമായിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഉത്തരം കിട്ടി. ഒരു ത്രികോണം അല്ലേ, അതിന്റെ കോണം ആകെ എത്രയാ? 150 ഡിഗ്രി അല്ലേ? അതിൽ 100 ഇവിടെ തന്നു കഴിഞ്ഞു. ബാക്കി എത്രയുണ്ട്? 60. ആ 60നെ പപ്പാതയാക്കിയാൽ ഈ കോണായി. അത് ഏഴ് അളവും സിയുടെ അളവും വേണം ചോദിക്കാം. രണ്ടും എന്താ? സമപാർശ്വ ത്രികോണല്ലേ, ഒരേ കോണല്ലേ? 30 ഡിഗ്രിയാണ് അതിന്റെ ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. 2 സമചതുരങ്ങൾ ചേർത്ത് വെച്ച് ഒരു ചതുരം നിർമ്മിച്ചിരിക്കുന്നു.
ഓരോ സമചതുരത്തിന്റെയും പരപ്പളവ് 64 ചതുരശ്ര സെന്റിമീറ്റർ വീതമാണെങ്കിൽ ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? ചോദിച്ചിരിക്കുന്നത് ചതുരത്തിന്റെ ചുറ്റളവ്. ചതുരത്തിന്റെ ചുറ്റളവ് കിട്ടണമെങ്കിൽ ഇതിന്റെ നീളവും ഇതിന്റെ വീതിയും കൂടെ കിട്ടിയാൽ മതി. എല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണല്ലോ ചുറ്റളവ്. ഇതിലെ രണ്ടും സമചതുരാണെന്നും ഓരോ സമചതുരത്തിന്റെയും പരപ്പളവ് 64 ചതുരശ്ര സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിൻ്റെ 64 ചതുരശ്ര സെന്റിമീറ്റർ സമചതുരാണേ. അപ്പൊ ഇതിന്റെ ഒരു വശം കിട്ടാൻ എന്താ? 8 ഗുണിക്കുന്ന 8 ആണല്ലോ 64. അപ്പൊ ഇത് 8 രണ്ടും കൂടെ കൂട്ടിയാൽ 16 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളം. വീതി 8. അപ്പൊ 16 ഇട്ടും 24. 24 രണ്ടും കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ചുറ്റളവ് 48 സെന്റിമീറ്റർ. ഓപ്ഷൻ എ. 5/1/2 എത്ര 1/4 ഉണ്ട്? അതാണ് ചോദ്യം. എത്ര 1/4 ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എങ്ങനെ കാണാം? 1/4 കൊണ്ട് ഹരിക്കുക. എന്തിനാണ്? 5/1/2 1/4 കൊണ്ട് ഹരിക്കുക. 5/1/2 ഹരിക്കണം 1/4. 14ാമത്തെ ചോദ്യമാണ് ഇത്. 1/4 എന്നാൽ ഒരു ഭിന്നസംഖ്യയാണ്. ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ എന്താ വഴി? അതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. അതിന്റെ ഗുണന വിപരീതം കൊണ്ട് ഗുണിക്കുക. 1/4 ഗുണന വിപരീതം എന്താ? 4 തന്നെ. അതായത് 5/1/2 ഗുണിക്കണം 4. അല്ലെങ്കിൽ 5/1/2 4 മടങ്ങ്. സാധാരണ പോലെ ഇതൊരു മിശ്രഭിന്നമാണല്ലോ. ഇതിനെ വിഷഭിന്നമാക്കി എന്നിട്ട് 4 അങ്ങനെയൊക്കെ ഗുണിക്കല്ല, അതൊന്നും ആവശ്യമില്ല. അതിന്റെ മനസ്സിലാണ് ഇത് ചെയ്യേണ്ടത്. ഓർമ്മിക്കുക, 5/1/2 എത്ര 1/4 ഉണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പരമാവധി 3 സെക്കൻഡ് കൊണ്ട് തന്നെ ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ ആലോചിക്കുന്നത് എന്താണ്? എത്ര 1/4 ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിനർത്ഥം 1/4 കൊണ്ട് ഹരിക്കാണ്. 1/4 ഭിന്നസംഖ്യയാണ്. അപ്പം ഗുണന വിപരീതം ഗുണിക്കുക. എന്തിനാ? 5/1/2 4 കൊണ്ട് ഗുണിക്കുക. 4 കൊണ്ട് ഗുണിക്കാനുള്ള വഴി എന്താ? ആദ്യം അതിന്റെ ഇരട്ടി കാണുക, വീണ്ടും ഇരട്ടി കാണുക. അപ്പൊ 4 കൊണ്ടുള്ള ഗുണനായി. 5/1/2 ഇരട്ടി 5/2 ഇരട്ടി 11. വീണ്ടും അതിന്റെ ഇരട്ടി എത്രയാണ്? 22. അതാണ് അതിന്റെ ഓപ്ഷൻ എ. ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചയിച്ചത് ആരാണ്? സി. ഓപ്ഷൻ സി, ഭാസ്കരാചാര്യാണ്. അത് മാത്രം ഓർമ്മിച്ചാൽ. അടുത്ത ചോദ്യം. രാവിലെ 9:40 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു ട്രെയിൻ അന്നേ ദിവസം വൈകിട്ട് 5:20 കണ്ണൂരിൽ എത്തുന്നു. യാത്രക്ക് എടുത്ത സമയം എത്ര? അപ്പൊ യാത്രക്ക് എടുത്ത സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. രാവിലെ 9:40 AM തുടങ്ങി 5:20 വൈകിട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മള് ഇതിനെ 12 മണിക്ക്, ഉച്ച 12 മണിക്ക് എത്ര വരും? ഉച്ച 12 മണിയാകുമ്പോഴത്തേക്ക് എത്ര വരും? അതായത് 10 കുറയ്ക്കുക അല്ലെ? 12 നിന്ന് 9:40 പകരം 10 കുറച്ച് എത്ര വരും? 2. പക്ഷെ 9:40 അപ്പൊ അതിന്റെ കൂടെ ഒരു 20 മിനിറ്റ് കൂടി. ആ 20 മിനിറ്റിന്റെ കൂടെ ഈ 5:20 കൊടുക്കുക. 7 മണിക്കൂർ 40 മിനിറ്റാണ് അതിന്റെ സമയം. 7 മണിക്കൂർ 40 മിനിറ്റ്. ഓപ്ഷൻ എ. അത്രയേ ഉള്ളൂ. ഇങ്ങനെ വിഷമിച്ചൊന്നും ഇരിക്കണ്ട. സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്താൽ ഉടനെ 12 എടുക്കുക. എന്നാൽ സിമ്പിളായി. ഇല്ലെങ്കിൽ ഇടക്ക് ബുദ്ധിമുട്ടി പോകും. അതെങ്ങനെയാ കൂട്ടുക കുറക്കുക നമുക്ക് ആലോചിച്ചിട്ട്. 12,000 പേർക്ക് 10% നിരക്കിൽ ഒരു മാസത്തെ സാധാരണ പലിശ എത്രയാണ്? ഇത് ഒരു മാസത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഒരു വർഷത്തേക്കാണ് അല്ലെ? 12 മാസത്തേക്കാണ്. എന്നിട്ട് 12 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. അപ്പോ
അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ 12 ഒരു മാസത്തല്ലേ ചോദിച്ചിരിക്കുന്നത്. ഈ 12,000-ത്തെ 12 കൊണ്ട് ഹരിക്കുക, എത്രയാ? 1000. അതാണ് കുറച്ചും കൂടെ എളുപ്പം. എന്നിട്ട് അതിന്റെ 10% കാണുക. ഈ 2 പൂജ്യം, ഈ 2 പൂജ്യം, 10 ഗുണിക്കണം 10 100. അതാണ് ഒരു മാസത്തെ പൈസ. ഒരു മാസത്തെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്താ ചെയ്താൽ അറിയോ? ഇത് ഒരു മാസത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മാസത്തെ ആകുമ്പോൾ 12 മാസം, നമ്മൾ സാധാരണ 12 മാസം ഒരു വർഷത്തേക്കല്ലേ കാണുക. അപ്പൊ ഒരു മാസത്തെ കാണാൻ 12 കൊണ്ട് ഹരിക്കുക. നമ്മൾ ഈ മുതലിനെ തന്നെ 12 കൊണ്ട് ഹരിച്ചാലേ 12,000-നെ 12 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 1000 കിട്ടും. പിന്നെ 1000-ന്റെ 10% കണ്ട അത് ഒരു മാസത്തെ. അതാണ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 4x + 3 = 2x + 11 ആയാൽ x എത്ര? 4x + 3 = 2x + 11. എക്സിന്റെ വില കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ് കേട്ടോ. ഈ 2x-നെ നമ്മൾ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം, ഈ 3-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ 4x ഇവിടെ +2x ആണല്ലോ, അപ്പുറത്തേക്ക് പോകും, അതിന് -2x ആവും. അതുപോലെ ഇവിടെ 11 ഉണ്ട്, ഈ +3 ഇപ്പുറം വരുമ്പോൾ -3, അത് 8 വരും. 11 4x - 2x 2x = 8. അപ്പൊ x = എത്രയാ? 8/2. ഇത്രയേ ഉള്ളൂ കേട്ടോ, വിഷമിച്ച് തലമുണ്ടാക്കരുത്. അടുത്ത ചോദ്യം, ഒരു വൃത്തത്തെ 8 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏതാണ്? ഒരു വൃത്തം 8 കഷ്ണാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? 8 കഷ്ണം. അതില് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് 1 2 3. ആകെ എത്ര കഷ്ണമുണ്ട്? 8. അതിൽ എത്ര ഷെയ്ഡ് ചെയ്തിരിക്കുന്നു? 3. അപ്പം ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ എന്താണ്? 3/8. ഇത് എന്തിനാണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓപ്ഷൻ എ. വളരെ സിമ്പിൾ ആണ്. ചോദ്യം കാണുമ്പോൾ പഠിച്ചു, പക്ഷെ ഉത്തരം എത്രയാണ്? 3/8. മനസ്സിലായല്ലോ? 3 ഷെയ്ഡ് ചെയ്തിരിക്കുന്നു, ആകെ 8 കഷ്ണം, 3/8. അത് മാത്രമേ ഉള്ളൂ. 4000-ന്റെ 20% എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 4000 ഗുണിക്കണം 20/100 തന്നെ. ഇതിന് 2 പൂജ്യം, ഈ 2 പൂജ്യം പോയി, 4 × 8. പിന്നെ ഇവിടെ ഒരു പൂജ്യം ബാക്കിയുണ്ട്, ഇവിടെ ഒരു പൂജ്യം ബാക്കിയുണ്ട്. 800. ഓപ്ഷൻ സി. ഒരു കലണ്ടറിൽ നിന്നുള്ള 9 സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു സമചതുരമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ? ഇതൊരു കലണ്ടറിന്റെ കഷ്ണാണ്. 1 2 3 ഇങ്ങനെ 9 കളിയുണ്ട്. അതിൽ x സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? അതിതാണ് ചോദിച്ചിരിക്കുന്നത്. വിഷമണ്ട, ഇത് ചെയ്യാൻ നമ്മളെ പറ്റിക്കുന്ന ശരിക്കും ഒരു ചോദ്യം. 2 കാര്യം അറിയാം. ഇത് രണ്ടാമത് എത്ര വരും? 3. ഇത് എത്ര വരും? 4. അപ്പൊ ഇവിടെ ശരിക്കും 4. എക്സിന് നേരെ വരുന്നത് 4. ഓക്കെ. താഴോട്ട് വരുമ്പോ അങ്ങനെ വരുന്നത് 7 ദിവസം അല്ലേ? അപ്പൊ ഒരാഴ്ച കൂട്ടി അല്ലെ? 7 കൂട്ടി 7 കൂട്ടി. അപ്പൊ നോക്കണേ, ഞാൻ ഒന്നുകൂടി പറയാം. 2-ൽ നിന്ന് ഇത് 3, ഇത് 4. 4-ൽ നിന്ന് താഴോട്ടേക്ക് ചാടുമ്പോ 7 കൂട്ടണം, 11. വീണ്ടും 7 കൂട്ടുമ്പോ 18. എക്സിലേക്ക് വരുമ്പോ ഓപ്ഷൻ സി 18-ലെത്തും. അത്രേ ഉള്ളൂ. ഓക്കെ.